മഴത്തോരു മുൻപിലെ പുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. ബാലചന്ദ്രനാണെങ്കിൽ ബബിതയെടുത്ത് പറയുകയാണ്, നിന്നെക്കാൾ 3-4 വയസ്സ് മൂത്ത അവൾ, അത് നിനക്കറിയാമോ? അറിയാം. അപ്പം നീ അവളെ ചേച്ചി എന്നല്ലാതെ വിളിച്ചോ അല്ലേ? അപ്പം എന്താ വിളിക്കണ്ടേ? ചേച്ചി. അപ്പം ബാലേന്ദ്രൻ വീണ്ടും പറയുന്നത്, ചേച്ചി എന്ന് മാത്രമല്ല പിന്നെന്ത് വിളിക്കണ്ടേ? അപ്പം ബബിത പറയണ, അലീന ചേച്ചി. അവിടെ താഴെ അമ്മ തുള്ളുന്നത് കണ്ട് മുകളിലോട്ട് വന്ന് തുള്ളാനായിട്ട് നിൽക്കല്ലേ, എനിക്ക് ബുദ്ധിയൊക്കെ ഉണ്ട്, അത് നീ ഓർമ്മ വേണമെന്ന് ബബിതയെടുത്ത് പറയുകയാണ്. അപ്പം അപ്പോഴത്തേക്ക് ബബിത കരയാൻ തുടങ്ങുകയാണ്. നീ എന്തിനാ കരയുന്നത്? ഞാനെന്നെ വഴക്കൊന്നും പറഞ്ഞിട്ടല്ലോ, ഇനി വഴക്ക് പറയാൻ പോകുന്നതേ ഉള്ളൂ. അമ്മയുടെ കുശുമ്പും കുന്നായ്മയും കണ്ട് അതും പഠിച്ച് ഇങ്ങോട്ട് വന്ന് ഇവിടെ അത് പ്രാവർത്തികമാക്കാൻ നോക്കണ്ട, കേട്ടല്ലേ? ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റ് ആണെന്ന് നിനക്കറിയാവോ? അറിയാമെന്ന് പറയാണ്. അതുപോലെ അച്ഛന് കുറച്ച് ടെൻഷൻ ഉണ്ടെന്ന് അറിയാവോ എന്ന് ചോദിക്കുകയാണ്. അറിയാം. എൻ്റെ ടെൻഷനൊക്കെ മാറ്റിത്തരാൻ നിന്നെക്കൊണ്ട് പറ്റുമോ? അപ്പോൾ ബബിത പറയാണ്, ഇല്ല. അപ്പോൾ അവനവൻ്റെ കാര്യം നോക്കി അവിടെ എങ്ങാണ്ട് ഇരുന്നോണം, അത് ഇവിടെ വന്ന് കാണിക്കാൻ നിൽക്കല്ലേ, കേട്ടല്ലോ എന്ന് പറയണം. എന്നിട്ട് പോയിട്ട് പഠിക്കുക എന്ന് പറയണം. അങ്ങനെ ബബിത അങ്ങോട്ട് പോകാനായിട്ടിരുങ്ങുമ്പോൾ അമ്മയുടെ സ്വഭാവം കണ്ട് പഠിക്കാനല്ല പറഞ്ഞത്, പാഠപുസ്തകം പഠിക്കാനാണ് പറഞ്ഞതെന്ന് ബാലേന്ദ്രൻ പറയാണ്. ഇതൊക്കെ കൊണ്ട് ബബിത കരഞ്ഞുകൊണ്ട് താഴോട്ട് പോവുകയാണ്. താഴെയാണെങ്കിൽ അലീന ബബിതയും കാത്ത് നിൽക്കുകയാണ്. അപ്പോൾ കരഞ്ഞുകൊണ്ട് വന്നിട്ട് താഴോട്ട് വരികയാണ് ബബിത. താഴെ വന്ന് അലീന ഇങ്ങനെ രൂക്ഷമായി നോക്കുകയൊക്കെ ചെയ്തിട്ട് ബബിത അങ്ങ് പോവുകയാണ്. അപ്പോഴും ബെല്ല് കിടന്ന് അടിക്കുകയാണ് അലീന മുകളിലോട്ട് ചെല്ലാൻ. അങ്ങനെ അലീന അങ്ങോട്ട് കയറി വരികയാണ്. അലീനയെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ ബാലേന്ദ്രൻ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. എന്താ സാറേ വിളിച്ചത്? അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുകയാണ്, വിളിച്ചപ്പം വന്നില്ലല്ലോ. അത് ബബിത കയറി വന്നോളാം, സാറിന് എന്തോ ആവശ്യമെന്ന് ചോദിച്ചോളാം എന്ന് പറഞ്ഞ് ബബിതയെ കയറി വന്നതെന്ന് പറഞ്ഞു. ഞാൻ ബബിതയല്ലല്ലോ വിളിച്ചത്, അലീനയല്ലേ എന്ന് പറയാണ്. അപ്പോഴത്തേക്ക് സാർ എന്താ അലീന ബബിതയെ വല്ലതും വഴക്ക് പറഞ്ഞോ? ബബിത ഇവിടുന്ന് കരഞ്ഞുകൊണ്ട് പോയല്ലോ എന്ന് അലീന പറയാണ്. എന്താ നീ കരയാറില്ലേ, പിന്നെന്താ അവൾ കരഞ്ഞാൽ എന്ന് ചോദിക്കുകയാണ്. അല്ല, എന്നെപ്പോലെ അല്ലല്ലോ അവൾ എന്ന് പറയുകയാണ്. എന്നിട്ട് ബാലേന്ദ്രൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് അവിടെ ചെന്നിരുത്തിയാണ്. എനിക്ക് 5 കുഴക്കട്ടയും ജ്യൂസും വേണം. അലീന ചോദിക്കുക, 5 കുഴക്കട്ടയോ സാറിന് തിന്നാൻ? എന്താ എനിക്ക് തിന്നൂടെ? നിങ്ങൾ തിന്നാറില്ലേ? നിങ്ങൾ സ്നേഹതീരത്തിൽ ഇതൊക്കെ തിന്നാറില്ലേ? ഞങ്ങൾ തിന്നാറുണ്ട്. ഞങ്ങൾ തന്നെയല്ലേ ആഹാരം തന്നെ വെക്കുന്നത്, അപ്പം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് എന്ന് അലീന പറയണം. രേവതിക്കുട്ടിക്ക് വലിയ ഇഷ്ടമാണ്. രേവതിക്കുട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ടെന്ന് അലീന പറയുന്നത്. രേവതിക്കുട്ടി, നിങ്ങളെന്താ എല്ലാവരുടെയും പേര് രേവതിക്കുട്ടി, അലീന, ചിന്നു, നിങ്ങൾക്കാർക്കും ഒരു ഇനിഷ്യലില്ലാതെ ഇരിക്കുന്നത് എന്താ? അലീന സ്റ്റാൻലിൻ അങ്ങനെയൊക്കെയുള്ള പേരിടാത്ത എന്താ? അത് കേൾക്കുമ്പോൾ ഒരു ഗെറ്റപ്പില്ലേന്ന്. അപ്പോൾ അലീന പറയുന്നത്, അത് കൊള്ളാമല്ലേ, അലീന സ്റ്റാൻലിൻ കൊള്ളാമല്ലേ. അപ്പം ബാലേന്ദ്രൻ ചോദിക്കണം, അതിനേക്കൊക്കെ നല്ലത് അലീന ബാലചന്ദ്രനോ? അപ്പം അലീന പറയാണ്, അത് അടിപൊളിയായിട്ടുണ്ട്, അലീന ബാലചന്ദ്രൻ, നല്ലൊരു പേര്. പക്ഷേ ആ പേരാവണമെങ്കിൽ ഞാൻ സാറിൻ്റെ മകളാകണ്ടേ? അപ്പം ബാലേന്ദ്രൻ പറയണം, മകളാകണം. അപ്പം അച്ഛാന്ന് എന്നെ വിളിക്കാൻ വേണമെന്ന് പറയണം. അപ്പം അലീനയ്ക്ക് ഭയങ്കര വിഷമമാണ്. അലീന ആരെങ്കിലും അച്ഛാന്ന് വിളിച്ചിട്ടുണ്ടോ, അച്ഛാ അമ്മാന്ന് വിളിച്ചിട്ടുണ്ടോ എന്ന് ബാലേന്ദ്രൻ ചോദിക്കുകയാണ്. ഞാൻ ആരെയും വിളിച്ചിട്ടില്ല, പള്ളിയിൽ അച്ഛനെ വിളിച്ചിട്ടുണ്ട്, പിന്നെ ബബിതയൊക്കെ സാറിനെയും മാഡത്തിനെയും അച്ഛാ അമ്മ എന്നൊക്കെ വിളിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതാണ്. അപ്പം ബാലേന്ദ്രൻ പറയാണ്, അപ്പം എൻ്റെ മകളായിക്കഴിഞ്ഞാൽ അച്ഛാന്ന് വിളിക്കാം എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്ക് ഞാൻ പോട്ടെ സാർ, എനിക്ക് ജോലി ഉണ്ടെന്നും പറഞ്ഞ് പോകാനായിട്ട് ഒരുങ്ങുമ്പം ബാലേന്ദ്രൻ ചോദിക്കുകയാണ്, എന്താ രക്ഷപ്പെടുവാണോ? ഏയ്, ഞാൻ എങ്ങോട്ട് രക്ഷപ്പെടാനാ എന്ന് പറയാണ്. പുറത്തിറങ്ങി അലീന ഇങ്ങനെ സന്തോഷത്തോടെ ഇങ്ങനെ ആലോചിക്കണം, അച്ഛ എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ ആലോചിക്കണം. ബാലേന്ദ്രനാണെങ്കിൽ ഇതൊക്കെ കേട്ട് വിഷമം വരുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് കനകയാണെങ്കിൽ നമ്മുടെ വൈജയെ വിളിക്കുകയാണ്. അപ്പം എന്താ കമലേട്ടത്തി എന്ന് ചോദിക്കുകയാണ്. അല്ല, നീ ആ ഹോം നേഴ്സിനെ അങ്ങ് പറഞ്ഞു വിട്ടെ, എന്താ കാരണം? എന്താ ഹോം നേഴ്സിനെ പറഞ്ഞു വിട്ട്? ഓ, അവരാണെങ്കിൽ ഏജൻസിയിൽ നിന്ന് വിളിച്ച് എന്നെ ഇനി പറയാനൊന്നുമില്ല. അപ്പം എന്തിനു പറയുന്നു? അവരെൻ്റെ കയ്യിൽ നിന്ന് 10,000 രൂപയും വാങ്ങിച്ചിട്ടല്ലേ അവർ പോയേക്കുന്നത്, പിന്നെ എന്തിനാണ് പറയുന്നത്? നിൻ്റെ നിന്ന് പൈസയും വാങ്ങിച്ചോ എന്ന് ചോദിച്ചു. പൈസയും വാങ്ങിച്ച് ഏജൻസിയിൽ വന്ന് പൈസ അടച്ചിട്ടല്ലേ അവിടെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നീ എന്തിനാണ് അവളെ പറഞ്ഞു വിട്ടത്? എന്താ അവൾക്ക് വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുകയാണ് കമല. അപ്പോൾ വൈജ പറയുന്നത്, അല്ല, ബാലചന്ദ്രൻ നിർത്താൻ സമ്മതിച്ചില്ല. അതെന്താ നിർത്താൻ സമ്മതിക്കാൻ? നിനക്കാണെങ്കിൽ അമ്മയുടെ മുറിയിലേക്ക് 2 ദിവസം നിർത്തിയിരുന്നാൽ പോരായിരുന്നോ? അത് കഴിഞ്ഞിട്ട് ബാലചന്ദ്രൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചാൽ പോരായിരുന്നോ എന്ന് ചോദിക്കണം. അതെങ്ങനെയാണ്? അവളെ കൊണ്ടുവരുമ്പോൾ ഉടനെ അലീന പോകാനായിട്ടൊരുങ്ങും. അപ്പോൾ അവൾ ഉടനെ ഓടിച്ചെന്ന് പറയും, ഞാൻ പോവുക, വേറെ ഹോം നേഴ്സ് വന്നിട്ടുണ്ടെന്ന്. അങ്ങനെ ബാലചന്ദ്രൻ അറിയത്തില്ലയോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം പറയുന്ന
അതൊന്നും പറയണ്ട. അവളെ പോവാതെ നിനക്കവിടെ പിടിച്ചു നിർത്തിക്കൂടെ എന്ന് കമല വീണ്ടും ചോദിക്കുകയാണ്. അത് ഞാൻ പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ച് കൊണ്ടുവന്നെ. അപ്പം ബാൽക്കണി ഇറങ്ങി ബാലേന്ദ്രൻ നോക്കിയപ്പം ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ നിന്ന് ഫുഡ് കഴിക്കുന്നു. അന്നേരം എന്തോ പറഞ്ഞ് ബാലേന്ദ്രൻ ഫുഡും കഴിച്ചിട്ട് പെട്ടെന്ന് സ്ഥലം വിട്ടോളാൻ പറഞ്ഞ് എന്ന് വൈജ പറയണം. നീ ഇവിടെയും തോറ്റുപോയല്ലോ എന്ന് കമല പറയുകയാണ്. അപ്പോൾ വൈജ പറയണം, ഞാൻ അങ്ങനെ തോക്കത്തുമില്ല, ഞാൻ വേറെ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട്. പിന്നെ കമല പറയുകയാണ്, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കല്ലേ. ചായയിൽ വിഷം കൊടുക്കുക, അയൺ ബോക്സിൻ്റെ വയറ് കണ്ടിച്ചിടുക, ഇങ്ങനെയുള്ള പരിപാടിയൊന്നും ആലോചിക്കുകയേ ചെയ്യല്ലേ. അങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യുമോ? അല്ല, ഗതികെട്ട ആലോചിക്കും. അങ്ങനൊന്നും ചെയ്യല്ലെന്ന് പറഞ്ഞാ എന്ന് പറഞ്ഞ് ശരി കമലേട്ടത്തി എന്നും പറഞ്ഞ് വൈജി അങ്ങ് വെക്കുകയാണ്. അപ്പം കമല വിചാരിക്കുകയാണ്, ഐഡിയ ഒക്കെ ഞാൻ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്, വേണമെങ്കിൽ പ്രയോഗിക്കട്ടെ എന്ന് പറയാണ്. അങ്ങനെ വൈജയാണെങ്കിൽ അകത്തേക്ക് വരികയാണ്. ഈ സമയത്താണെങ്കിൽ ഭവതിയാണെങ്കിൽ ചെറുക്കനെ വിളിച്ചിട്ട് ടൂർ പോകാനുള്ള പ്ലാൻ ചെയ്യുകയാണ്. ഫ്രൈഡേ പോയിട്ട് സാറ്റർഡേ ഉച്ച കഴിഞ്ഞ് വരാം എന്നൊക്കെ ഉള്ളതാണ്. പൈസ 8500. അപ്പോൾ ഭവിത പറയുന്നത് ഞാൻ എടുക്കാം, അത് ഒത്തിരി പേരുണ്ട്, ഫ്രണ്ട്സൊക്കെ ആയിട്ട് അടിച്ചു പൊളിക്കാനാണ് പോകുന്നതെന്നൊക്കെ പറഞ്ഞാൽ അവർ ആ കാമുകനുമായിട്ട് ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വൈജ ഇങ്ങോട്ട് കയറിയത്. വൈജ വന്നിട്ട് ചോദിക്കുകയാണ്, കൃഷ്ണമോൾ അവിടെ പോയി? ട്യൂഷന് പോയെന്ന് പറയണം. രോഹിത്തേട്ടൻ വന്നില്ല എന്ന് പറയണം. അപ്പോൾ അലീന മുകളിലോട്ടേക്ക് പോയിന്ന്. എപ്പം പോയതാ? 3/4 മണിക്കൂറായിട്ട് അവൾ മുകളിലോട്ട് പോയിട്ട് ഇത്ര നേരമായിട്ട് കാണാൻ നീ എന്താ അന്വേഷിക്കാഞ്ഞെന്ന് ചോദിക്കണേ. അപ്പം ബബിത പറയാണ്, അത് എന്തെങ്കിലും കാര്യം പറഞ്ഞിരിക്കുമായിരിക്കും. അപ്പോൾ വൈജ പറയാണ്, അവൾക്ക് എന്തോ കാര്യം പറയാനുള്ള, ഫുഡ് എന്തെങ്കിലും കൊടുത്തിട്ട് തിരിച്ചിറങ്ങി വരാൻ അവൾക്ക് ഇത്രയും കാര്യം പറയാൻ എന്തുവാ എന്ന് ചോദിക്കുകയാണ്. അപ്പം ബബിത പറയണം, അമ്മയ്ക്കൊക്കെ പറഞ്ഞാൽ പോരെ, മുത്തശ്ശിയുടെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ പോരെ, എന്നിട്ട് ഈ കാര്യം പറയണം, ഫുഡ് കൊടുത്തിട്ട് തിരിച്ചിറങ്ങി വരണം എന്ന് അമ്മയ്ക്കൊക്കെ പറയണം എന്ന് ബബിത പറയുകയാണ്. അമ്മ പോയി നോക്ക് അവിടെ എന്തുവാ നടക്കുന്നത്, ഇനി ഞാൻ പോയി നോക്കിയിട്ട് ഒളിഞ്ഞു നോക്കുന്നതെന്ന് ഇനി എൻ്റെ അച്ഛൻ പറയാനാണെന്ന്. അമ്മ പറഞ്ഞാലും അച്ഛൻ അങ്ങനൊന്നും പറയത്തില്ല എന്ന് പറയുകയാണ്. അല്ലെങ്കിൽ തന്നെ ടെൻഷന്, അതിൻ്റെ കൂടെ ഓരോരുത്തർ തുരന്ന് കയറാൻ നോക്കുന്നത് എന്നൊക്കെ വൈജ പറയുകയാണ്. ഈ സമയത്ത് മുറിയിലാണെങ്കിൽ ബാലചന്ദ്രനും അലീനയും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പത്തിരിയും ബീഫ് കറിയും വേണം. അപ്പോൾ അലീന പറയണം, അത് ശരിയാവത്തില്ല സാറേ, അത് ആരോഗ്യത്തിന് നന്നല്ല എന്ന് പറയണം. അപ്പം ബാലേന്ദ്രൻ പറയണം, ഇനിയുള്ള കാലം നല്ല ഫുഡും കഴിച്ച് നല്ല പാനീയമൊക്കെ കഴിച്ച് ജീവിതം ആസ്വദിക്കുക. അപ്പോൾ അലീന പറയാണ്, ഇതൊന്നും കഴിച്ചാൽ സാറിന് ശരിയാവത്തില്ല, ഹെൽത്ത് തിരിച്ചു വരണമെങ്കിൽ നല്ല ഹെൽത്തി ഫുഡ് കഴിക്കണമെന്നൊക്കെ അലീന പറയാണ്. ഇനി അങ്ങനെയൊക്കെ വന്നിട്ട് ഇനി എന്ത് ചെയ്യാനാ, എൻ്റെ എല്ലാവരോടുമുള്ള ട്രസ്റ്റ് നശിച്ചു എന്ന് ബാലേന്ദ്രൻ പറയാണ്. എനിക്കൊരു ലക്ഷ്യബോധമില്ല, ഞാൻ എന്തിനു വേണ്ടി ജീവിക്കുന്നതെന്നൊന്നുമില്ല, ഇങ്ങനെ പോകുന്നൊരു ജീവിതം, എൻ്റെ യൗവനവും എല്ലാം കഴിഞ്ഞുപോയി, ഇനി ഒന്നും തിരിച്ചു പിടിക്കാൻ പറ്റത്തില്ല, ആ ഒരവസ്ഥയിലാണ് ഞാനെന്ന് ബാലേന്ദ്രൻ പറയാണ്. അലീന പറയണത്, സാർ ഇത്രയും നാളും മക്കൾക്ക് വേണ്ടിയല്ലേ ജീവിച്ചത്, ഇനിയും അങ്ങനെ തന്നെ ജീവിച്ചൂടെ, കുടുംബത്തിന് വേണ്ടി ജീവിച്ചൂടെ എന്ന് ചോദിക്കുന്നത്. അപ്പം ബാലേന്ദ്രൻ പറയണത്, എൻ്റെ കുടുംബമായിരുന്നു എൻ്റെ ട്രസ്റ്റ്, എല്ലാം നശിച്ചു, എൻ്റെ ഭാര്യ എന്നെ പറ്റിച്ചു, എൻ്റെ മക്കൾ എന്നെ പറ്റിച്ചു, ഈ സാരോപദേശം തരുന്ന നീ പോലും എന്നെ പറ്റിക്കുന്നില്ല. അപ്പോഴത്തേക്ക് അലീനയ്ക്ക് സങ്കടമാവുകയാണ്. അലീന പറയാണ്, ഞാൻ ആ സാറിനെ പറ്റിക്കാൻ വേണ്ടിയല്ല ഇവിടെ നിൽക്കുന്നത്, ഞാൻ ഇന്ന് വേണമെങ്കിൽ തന്നെ പോകാം, സാറിന് വേണ്ടി മാത്രമാണ് ഇവിടെ ഞാൻ നിൽക്കുന്നത്, അല്ലാതെ ആരെയും പറ്റിക്കണമെന്ന് വിചാരിച്ചല്ല എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്ക് അലീനയ്ക്ക് ഭയങ്കര വിഷമം വരുന്നു, ബാലേന്ദ്രന് വിഷമം വരുന്നുണ്ട്. അപ്പം ബാലേന്ദ്രൻ അവിടെ ചെന്ന് കട്ടിലിരുന്നിട്ട് പറയാണ്, നീ പൊക്കോ എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്ക് അലീന പുറത്തോട്ടേക്ക് ഇറങ്ങി ഡോറ് ചാരി അവിടെ നിന്ന് വിഷമിച്ച് സങ്കടപ്പെട്ട് നിൽക്കുന്ന അലീനയെ കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.